നമസ്കാരം. ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി. ഇഡ്ഡലി എന്നാണ് പേരെങ്കിലും ഏതാണ്ട് ദോശ പോലെ ഇരിക്കും. അതുകൊണ്ട് സിനിമയിൽ ജയറാം പറയുന്ന പോലെ ഇതിനെ ദൊഡ്ഡലി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന സ്ഥലത്ത് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഇഡ്ഡലിയാണിത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഭക്ഷണ വിഭവം. ഇവിടുള്ള മുതലിയാർ വിഭാഗത്തിൽപ്പെട്ട കുടുംബക്കാരാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലെ ചേരുവകൾക്ക് പ്രത്യേകതയൊന്നുമില്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇതുണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ലെന്നാണ് ഇതുണ്ടാക്കുന്നവരും കഴിച്ചിട്ടുള്ളവരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും. ദൂരദേശങ്ങളിൽ നിന്നും പലരും രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായി എത്താറുണ്ട്. പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ പുതുശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രാമശ്ശേരിയിലെത്തും. മൺകലവും വിറകടുപ്പും വെച്ചായിരുന്നു പണ്ട് രാമശ്ശേരി ഇഡ്ഡലി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇന്നത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറി മൺകലത്തിന് പകരം അലൂമിനിയം ആക്കിയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിന് ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ആൾക്കാർക്ക് ഇതിനോടുള്ള പ്രിയം തെളിയിക്കുന്നത്. ഉലുവയും ഉഴുന്നുമാണ് അതിന്റെ ചേരുവ. ഇന്ന് ഞമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് വൈകുന്നേരം തന്നെ അരച്ചത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന്റെ പുളിപ്പ് പാകമാവുള്ളൂ. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ആവണം മാവ് സെറ്റാകാൻ. ഇപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. ഇതിപ്പോ ഞങ്ങളുടെ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് അവരുടെ അമ്മ അങ്ങനെ തലമുറയായിട്ടത് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതിപ്പോ ഗ്യാസിലാകുമ്പോൾ ചൂടൊന്നും അധികം കൊള്ളണ്ടല്ലോ. വിറകടുപ്പിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെ അല്ലേ. പുളിവിറകൊക്കെ വെള്ളം തിളപ്പിച്ചു. അതങ്ങനെ തുണി വിരിച്ചിട്ട് അതിൻ്റെ മേലെ മാവ് ഒഴിക്കും. അത് മൺകലത്തിലായിരുന്നു ആദ്യം. ഇപ്പോൾ ഗ്യാസിലൊക്കെ ആവണതുകൊണ്ട് മൺകലം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കണത് മണ്ണിലാണ്, മണ്ണിൻ്റെ വളയത്തിലാണ് അത് ചെയ്യണത്. ഇങ്ങനെ അടച്ചു വയ്ക്കും. ഇതിപ്പോൾ 1.5 മിനിറ്റ് ആകും അത് വെന്ത് വരാനായിട്ട്. 1.5 മിനിറ്റ് ആകും. ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇതൊക്കെ ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുറേ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇതാണ് ഇതിപ്പോൾ. ഇപ്പം ഞങ്ങൾ തലമുറകളായിട്ട് മാറി മാറി ചെയ്തു വരുന്നതാണ്. ഇത് നല്ലപോലെ അരയ്ക്കണം അരി. ഇതിൻ്റെ അരവ് നല്ല കറക്റ്റായിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായി വരത്തുള്ളൂ. ഇത് ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇവിടെ കല്യാണത്തിനുള്ള ഓർഡർ, റിസപ്ഷനുള്ള ഓർഡറുകൾ ചെയ്തു കൊടുക്കും. പിന്നെ വീട് ഓപ്പണിങ്ങിന്, എല്ലാ എൻഗേജ്മെൻറ്റിന് എന്താവശ്യം വന്നാലും അങ്ങനെ ഓർഡർ എടുത്ത് ചെയ്തു കൊടുക്കും. രാമശ്ശേരി ഇഡ്ഡലി ഉഴുന്നുവടയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 8 ഫാമിലി ഉണ്ട് ഇവിടെ. അത് 3 ഹോട്ടലും 5 ഫാമിലിയും. അവർ ഫുള്ളായിട്ട് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഉപജീവനം ഫുള്ളായിട്ട് ഇവിടെ ഉള്ള ഫാമിലിൻ്റെ. ഒരു 10-60 എണ്ണം ഉണ്ടാക്കി സ്റ്റോക്ക് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാക്കുകയുള്ളൂ. 2 ദിവസം വരെ ഇരിക്കും. ഈ ഇഡ്ഡലി കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 2 ദിവസം ഇരിക്കും. ആദ്യമൊക്കെ 3 ദിവസം ഇരിക്കും എന്നൊക്കെ പറയും. ഇപ്പം ഞങ്ങൾ ആര് ചോദിച്ചാൽ 24 മണിക്കൂർ ഗ്യാരണ്ടി പറയും. ഇപ്പോഴത്തെ അരിയും ഇതൊക്കെ വ്യത്യാസം, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആകുമ്പോൾ. ഞങ്ങൾ ഈ മുതലിയാർ സമുദായം, ചെങ്കുന്നൻ മുതലിയാർ സമുദായമാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർവികം പറഞ്ഞ നെയ്ത്തായിരുന്നു. ആ നെയ്ത്തെല്ലാം ഉപേക്ഷിച്ചിപ്പോൾ ഈ രാമശ്ശേരി ഇഡ്ഡലിക്ക് വന്നതിന് ശേഷം 80-90 വർഷങ്ങളായിട്ട് ഈ ഇഡ്ഡലിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർവികമായി കണ്ടുപിടിച്ച് പാരമ്പര്യം തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അമ്മയുടെ കാലശേഷം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വൈഫാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പൂർവികമായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നായിരുന്നു. പക്ഷേ അതെന്തായാലും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ ഇത് നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു കാരണം. ഇത് എടുത്ത് നടത്തണം. ഇത് കൊണ്ടുപോകാനുള്ള ഒരു ഇത് വേണം. ആ ഒരു കൈപ്പുണ്യം കിട്ടണം. അമ്മയ്ക്ക് കിട്ടിയ കൈപ്പുണ്യം ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്കോ തുടരാണെങ്കിൽ ഈ ഒരു കൈപ്പുണ്യം കിട്ടണം. അതാണ് വലിയൊരു ഇത്. തുടർന്ന് കൊണ്ടുപോകും. കാരണം ഇപ്പോൾ ആൾക്കാർ ഇത് ആവശ്യപ്പെട്ട് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രഷായിട്ട് നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം മാക്സിമം ചൂടായി കൊടുക്കാൻ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
പുറത്തൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ കുടുംബങ്ങൾ ഒരുപാടുണ്ട്. ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ 7-8 കുടുംബങ്ങളുണ്ട്. ഉണ്ടാക്കി പല ഭാഗത്തേക്കും സപ്ലൈ ഉണ്ട്. കല്യാണ ഓർഡറുകൾ സ്വീകരിക്കും. പിന്നെ വീട് ഗൃഹപ്രവേശനം, പിന്നെ ഹോട്ടലുകൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബ്രാഞ്ച് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ഥാപനത്തിൽ ഇല്ലെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ പാരമ്പര്യം തുടർന്ന് കൊണ്ടുപോകുന്നവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇഡ്ഡലി ആലത്തൂർ, പിന്നെ തൃശ്ശൂർ വരെ പോകുന്നുണ്ട്. നെമ്മാറയും പോകുന്നുണ്ട്. പിന്നെ ഈ പട്ടാമ്പി പോകുന്നുണ്ട്. ഒറ്റപ്പാലം, പട്ടാമ്പി പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു പാർട്ടി MG റോഡിൽ നിന്ന് നല്ല ബിസിനസ്സുള്ളൊരു കടക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡെയിലി 500 ഇഡ്ഡലി ആവശ്യപ്പെട്ട് അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ അവർ വരും. ഓർഡർ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 ഐറ്റമാണ്: അരി, ഉഴുന്ന്, ഉപ്പ്, ഉലുവ, ഇങ്ങനെയുള്ള ഈ 5 ഐറ്റമാണ് ഞങ്ങളിതിൽ. നല്ല ഇനം അരി തിരഞ്ഞെടുക്കണം, എന്നെങ്കിലേ ഇഡ്ഡലി നമുക്ക് നല്ല ഫോമാവുള്ളൂ. പിന്നെ മാവ് നല്ല സെറ്റിംഗ് ആകണം. പിന്നെ കാലാവസ്ഥ നമ്മൾ നല്ല ഇതായിരിക്കണം. നല്ല ചൂട് കാലങ്ങളിൽ ചിലപ്പോൾ കുറച്ച് പുളിപ്പ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ രാമശ്ശേരി ആദ്യമായിട്ട് ചിറ്റൂരി അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉത്ഭവം ഉണ്ടാക്കിയെടുത്തത്. ചിറ്റൂരി അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉത്ഭവം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ആ അമ്മ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് രാമശ്ശേരിയിൽ വന്ന് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തത് ചിറ്റൂരമ്മയാണ്. ചിറ്റൂരത്തെ ഒരു അമ്മയായിരുന്നു. അതിവിടെ വിവാഹം കഴിച്ച് വന്നപ്പോൾ അവരാണ് ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉത്ഭവം. ശരിക്കും പറഞ്ഞാൽ ഗുരു എന്ന് പറയാം. അതിന് ശേഷം അവരുടെ കുടുംബ പാരമ്പര്യങ്ങൾ ഞങ്ങളെ തുടർന്നു പോകുന്നു. അങ്ങനെ ചിറ്റൂരമ്മയാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉത്ഭവം. പക്ഷേ രാമശ്ശേരിയിലാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് രാമശ്ശേരി ഇഡ്ഡലി എന്ന പേര് വന്നു. മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും ഇതിന്റെ ഒരു മേക്കിംഗ് വന്നിട്ടുമില്ല. അത് പറഞ്ഞാൽ പലരും വന്ന് ശ്രമിക്കുന്നുണ്ട്. പല ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഹോട്ടലുകാർ ട്രെയിനിങ് നടത്തുന്നുണ്ട് അവരുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ പൂർവികമായിട്ടുള്ള തൊഴിൽ നമ്മുടേതായതുകൊണ്ട് നമ്മൾക്ക് അതൊരു വശമാണ്. അത് ഈശ്വരൻ നമ്മളെ നല്ല രീതിക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് ഇനിയൊരാൾ അത് പലരും 25,000-30,000 കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഈ ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് അവിടെ ആ ഇഡ്ഡലി അവിടെ നിർമ്മിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് ഒന്നും നടക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഈ രാമശ്ശേരിയിലാണ് ഇതിൻ്റെ പൂർവികം. പിന്നെ പറയുന്നുണ്ട് പലവിടെയും ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും രാമശ്ശേരിയിൽ കിട്ടുന്ന ഇഡ്ഡലി പോലെ രാമശ്ശേരി ഇഡ്ഡലി പുറത്തുണ്ടാക്കിയിട്ട് അത് എന്തായാലും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആയിട്ടുള്ള കഷ്ടപ്പാടും പഴയ പാരമ്പര്യമുള്ള ബുദ്ധിമുട്ടിൻ്റെതാണ് ഞങ്ങൾക്കത്. ആ കൈപ്പുണ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പാരമ്പര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ കൈപ്പുണ്യം ആണ് ഇതിൻ്റെ വിജയം. രാമശ്ശേരി ഇഡ്ഡലി വളരെ പ്രശസ്തമായിട്ടൊരു ഇതാണ്. രാമശ്ശേരി എന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. വളരെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്മൂത്താണ് കേട്ടോ. സാമ്പാർ, ഇതിൽ പ്രത്യേകമായിട്ട് ചട്നിയുണ്ട്. ഇതൊരു ഉരച്ച മുളകും, ഇത് മുളക് മാത്രം, തക്കാളി, ഉള്ളി എല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചട്നിയാണ്. അത് നോക്കാം എങ്ങനെയുണ്ട്. സൂപ്പർ. ഇതിൽ ഏറ്റവും നല്ലത് ചട്നി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, പ്രത്യേക തരം ടേസ്റ്റാണ്. ഇത് പിന്നെ നമ്മൾ സാധാരണ ചട്നി തന്നെ. പിന്നെ ഇഡ്ഡലിപ്പൊടി, രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയാണിത്. ഇഡ്ഡലിപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഡ്ഡലിപ്പൊടി 12 വകകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ ചട്നിയും ഇതാണ് സൂപ്പറായിട്ടുള്ളത്. ബാക്കി നമ്മൾ സാമ്പാർ, സാധാരണ ദോശ ഇതിനെക്കാട്ടി കുറേ കൂടെ സ്മൂത്താണിത്. നല്ല സ്മൂത്താണ് ഇഡ്ഡലി. നമ്മൾ ഇഡ്ഡലിയെക്കാട്ടിൽ കുറച്ചുകൂടെ ദോശയുടെ അപ്പത്തിൻ്റെ വലിപ്പമാണിത്. ഇത് നമ്മൾ ഇഡ്ഡലിയോടൊപ്പം അത് കൂട്ടി കഴിക്കുന്ന കറികൾക്കാണ് ടേസ്റ്റ് ഉള്ളത്. ഈ കറിയും ഈ ഇഡ്ഡലിപ്പൊടിയും രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ ഒരു പൊടി തരുന്നുണ്ടല്ലോ, അത് കുറേ കാര്യങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും ഈ ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിയും കൂടെ സാമ്പാറും ചട്നിയും കഴിക്കാറുണ്ട്. അതുപോലെയല്ല ഇത്. ഈ ചട്നിയും ഈ പൊടിയും കൂടി ചേർത്തുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഈ ഇഡ്ഡലിയുടെ കൂടെ ഒരു സപ്ലൈ ചെയ്യുന്നൊരു ഐറ്റമാണ് ഉഴുന്നുവട. വട നല്ലതാണ്, കുഴപ്പമില്ല, നല്ല വടയാണ്. പാലക്കാട് നിന്ന് പുതുശ്ശേരി സ്ഥലത്തുനിന്ന് പിന്നെ ഡൈവേർട്ട് ചെയ്ത് രാമശ്ശേരി എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ രാമശ്ശേരി അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കടയാണിത്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയിട്ട് ഇത് ഈ റൂട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അത്രയ്ക്ക് നമ്മൾ നല്ലൊരു ഇതാണ്. ഈ ഒരു രാമശ്ശേരി ഇഡ്ഡലി എന്നുള്ള ഒരു പേര് കേട്ട് ഇവിടെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നതാണ്. ഇവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇദ്ദേഹം മൈസൂരിൽ നിന്ന് വരുന്നതാണ്.
അപ്പോൾ അദ്ദേഹം വന്നവിടെ ഞങ്ങളോട് പറഞ്ഞത് രാമശ്ശേരി ഇഡ്ഡലി പാലക്കാട് വന്നാൽ കിട്ടും എന്നുള്ളൊരു ഇതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നു, ഞങ്ങൾ ആ ഗ്രൂപ്പായി വന്ന് നല്ലൊരു പ്രതീക്ഷിച്ചങ്ങൾ കൂടുതൽ ടേസ്റ്റുള്ളൊരു ഇഡ്ഡലിയാണ്. അതിനേക്കാൾ ഉപരി ഇവരുടെ ആ ഒരു കരുതൽ, അവരുടെ ചട്നി എല്ലാം ഒരു പ്രത്യേക വെറൈറ്റിയാണ്, ನನ್ನಾയിട്ടുണ്ട്. ನಾವು ಮೈಸೂರಿಂದ ರಾಮಶ್ಶೇರಿ ಇಡ್ಲಿನ ಸವಿಲಿಕ್ಕೆ ಅಂತಲೇ ಇಲ್ಲಿ ಪಾಲಕ್ಕಾಡಿಗೆ ಬಂದಿದ್ದೇವೆ. ಬಹಳ ಅದ್ಭುತವಾಗಿದೆ, ತುಂಬ ಸ್ಮೂತಾಗಿ ತುಂಬ ಅದ್ಭುತವಾಗಿದೆ. ಬೆಂಗಳೂರಿಯನ್ಸು ಮೈಸೂರಿಯನ್ಸ್ ಎಲ್ಲನೂ ಪಾಲಕ್ಕಾಡಿಗೆ ಬಂದರೆ ಖಂಡಿತವಾಗ್ಲೂ ರಾಮಶ್ಶೇರಿ ഇഡ്ലിನ സവിಬೇಕು ಅಂತ കേൾಕೊತೆ. ഇപ്പം കുറേ കാലങ്ങളായി ഇഡ്ഡലി ചൂടാൻ തുടങ്ങിയിട്ട്, ഇവർ അമ്മ അച്ഛനുള്ള കാലം തുടങ്ങി ചൂടാൻ തുടങ്ങിയതാണ്. ഞാൻ 30 കൊല്ലം അപ്പുറത്തെ കടയിൽ പണിയെടുത്തിട്ടുണ്ട്, ഇഡ്ഡലി ചുട്ടിട്ടുണ്ട്. രാമശ്ശേരി ഇഡ്ഡലി പറഞ്ഞ ഫേമസ് ഉള്ള കാര്യമാണ്. ഏതാണ്ട് 1.5 നൂറ്റാണ്ട് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ് ഇവിടുള്ള മുതലിയാർ വിഭാഗക്കാർ. രാമശ്ശേരി ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങിയ കാലം മുതൽ അവർക്ക് വേണ്ട മൺകലവും മൺവളയങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ഒപ്പം എത്തിയവരാണ് ഇപ്പോൾ ഇവിടുള്ള മൺകലം നിർമ്മിക്കുന്ന കുടുംബക്കാർ. പക്ഷേ ഇഡ്ഡലി തയ്യാറാക്കുന്നത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയപ്പോൾ മൺകലം ഇവർ ഉപയോഗിക്കാതായി. എങ്കിലും മണ്ണിൽ നിർമ്മിച്ച വളയം ഇതിന് ആവശ്യമുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില സംസ്കാരങ്ങൾ അന്യം നിന്ന് പോകുന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഇവർ. 50 കാലത്തിന് മുമ്പ് 100 കാലത്തിന് മുമ്പ് ഉണ്ടാക്കി വയസ്സായവർ കൊടുത്തതാണ് മൺചട്ടികള്. അപ്പൊ അവരിപ്പോ ഗ്യാസ് കൂടും പറഞ്ഞിട്ട് മൺചട്ടി വെച്ച ഗ്യാസ് കൂടും. അത് കാരണം വക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.